ഹലോ, ദിസ് ഈസ് ഡേ 2 ഓഫ് അവർ ട്രിപ്പ്. ഇന്നലെ കാണാൻ പറ്റാത്ത പള്ളിക്കാണ് ഇന്ന് പോകുന്നത്. അതായത് വേളാങ്കണ്ണിയിലത്തെ ഒരു വലിയ പള്ളി, പുതിയത് മോർണിംഗ് സ്റ്റാർ ചേർച്ച് എന്നെന്തോ ആണ് അതിൻ്റെ പേര്. സോ ഇതാണ് ആ പള്ളി. അതിരാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ കുർബാനയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. പക്ഷേ ആ നീളം പള്ളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ലൈക്ക് ഏതെങ്കിലും അറ്റത്തായിരിക്കും ഈ അൾത്താറാന്ന്. പക്ഷെ അങ്ങനെയല്ല, നടുവിലാണ്. പിന്നെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് അവിടെ കിടന്ന് ഒരു പഴനി ബസ്സിലാണ് കയറിയത്. ഞങ്ങളുടെ ഒരു പ്ലാൻ അനുസരിച്ച് മധുരൈ മീനാക്ഷി ടെമ്പിൾ കണ്ടിട്ട് കൊടൈക്കനാൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ഈ വണ്ടിയുടെ പോക്ക് കണ്ടപ്പോൾ കൊടൈക്കനാൽ പോയിട്ട് മധുരൈ പോലും ഞങ്ങൾ എത്തുമ്പോൾ ഒരു വശമൊന്ന് മനസ്സിലായി. കാരണം ഭയങ്കര സ്ലോവും എല്ലാ ഗ്രാമങ്ങളും കയറി ഇറങ്ങിയിട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വേഗം തഞ്ചാവൂർ എത്തിയപ്പോൾ ചാടി ഇറങ്ങി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൃന്ദേശ്വര ടെമ്പിൾ കാണാനായിരുന്നു. ഇവിടുത്തെ ആൾക്കാർ അതിനെ ബിഗ് ടെമ്പിൾ എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഈ സ്ഥലങ്ങളിൽ ഓട്ടോ പിടിച്ച് കഴിഞ്ഞാൽ എത്ര ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിലും 100 റുപ്പീസാണ്. സോ മാക്സിമം ഓട്ടോയൊന്നും പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ ബിഗ് ടെമ്പിൾ അഥവാ ബൃന്ദേശ്വര ടെമ്പിൾ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സ്ഥലമാണ്. സോ ആദ്യം തന്നെ വന്നപ്പോൾ ഇങ്ങനത്തെ കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ അടുത്തെത്താൻ ഒരു 3 ഇങ്ങനത്തെ ഒരു വലിയ കവാടങ്ങൾ നമ്മൾ കടന്നു പോകണം. കാണുമ്പോൾ നല്ല രസമുണ്ട്. ആൻഡ് ഇതൊരു 44 ഏക്കറിൽ ചോള മഹാരാജാവ് 11ാമത്തെ സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒരു ടെമ്പിളാണ്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിന്ദു ടെമ്പിൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വിക്കിപീഡിയ എന്നുള്ള അറിവാണ്. എനിക്കിതിനെപ്പറ്റി വലിയ അറിവില്ല. പിന്നെ അവിടെ നമ്മുടെ പ്രോപ്പർട്ടി ലൈക്ക് ബാഗും സാധനങ്ങളും പിന്നെ ഷൂസൊക്കെ വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് വെക്കാൻ പറ്റും. ഈ കാണുന്നതാണ് ഇവിടെ ഏക കാണാനുള്ള സാധനം. പക്ഷെ ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നേക്കാളും ഭയങ്കര ഹൈറ്റ്. അവിടെ പോകുന്ന ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്താൽ അത്യാവശ്യം മനസ്സിലാവും. ഇത് കാരണം ഞങ്ങൾ ആ ബസ് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇതിൻ്റെ ആ ഒരു മേൾഭാഗം നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഈ കാക്ക കൊള്ളാത്ത വെയിലുള്ള സമയത്തായ കാരണം ഒരു രക്ഷയില്ല. നല്ലപോലെ പൂതി പൊടച്ചില്ലെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു. ഉള്ള കാര്യം പറയാലോ. ഇതൊക്കെ തന്നെ ഇവിടെ കാണാനുള്ളൂ. പിന്നെ ഏതെങ്കിലും മേളിലൊക്കെ കയറുകയാണെങ്കിൽ മേളിൽ നിന്നുള്ള ദൃശ്യം കാണാം. പിന്നെ നമ്മൾ ഹിന്ദുസ് അല്ലാത്ത കാരണം നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലൊന്നും പോകാൻ പോയില്ല. കാരണം ഇവിടുത്തെ ആചാരവും അനുഷ്ഠാനവും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ചുറ്റും മാത്രം നടന്നു. പിന്നെ ഫോൺ പിടിക്കാൻ ഇങ്ങനെ ഒരാളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിൽ കൂടുതലൊന്നും എൻ്റെ ആയിട്ട് ചെയ്തെടുത്തില്ല. പിന്നെ വെയിൽ കൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു. അപ്പോഴാണ് ഇങ്ങനെ ശിവൻ്റെ ശിവലിംഗങ്ങൾ കുറേ കാണാൻ പറ്റിയത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് പോയത് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് കീപ് വാച്ചിങ്.